ഹലോ, ഞാനില്ലേ ഒരു സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നാട്ടോ. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യം ഇന്നലെ ഉണ്ടായി. വേറെ ഒന്നുമല്ല, എന്താണെന്നറിയോ, ഇന്നലെ പി സ്കൂളിലേക്ക് എനിക്ക് ഒരു രജിസ്റ്റേർഡ് വന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് കോൾ വന്നു, ശാലിനിക്ക് ഇവിടെ ഒരു രജിസ്റ്റേർഡ് വന്നിട്ടുണ്ട്, സൈൻ ചെയ്ത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചു എന്ത് രജിസ്റ്റേർഡ്, എനിക്ക് എന്താ ഏതാ. ഞാൻ പോയിട്ട് ഒപ്പിട്ട് വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഒരു രജിസ്റ്റേർഡ് കത്താണതിൽ. അത് ഷീജ പറഞ്ഞിട്ടുള്ള ആളാട്ടോ എനിക്ക് അയച്ചേ, ഷീജ. അപ്പോൾ എനിക്ക് എവിടെയാണ് സ്ഥലം എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ അത് വായിക്കാമെന്ന്. അടിക്കക്കുഴി പി ഒ എന്നാണോ, അവിടെ എന്തോ ഒരു ഇങ്ങനെ വിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 629153 ആണ് പിൻകോഡ് വരുന്നത്. അപ്പോൾ ഷീജേനോട് എനിക്ക് ഭയങ്കര സന്തോഷം അറിയിക്കാൻ. കാരണം എന്താണെന്നറിയോ, ഈ ഒരു കാലത്ത് നമ്മൾ എന്താ പറയുക, എല്ലാവരും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് വാട്സപ്പൊക്കെ യൂസ് ചെയ്യുന്നൊരു കാലമാണ്. കത്തയക്കുന്നൊരു കാലം എന്ന് പറയുന്നത് ഭയങ്കര പുറകോട്ട് പോയി അല്ലേ. ഞാനൊരു നൊസ്റ്റാൾജിയ, ഒരു എന്താ പറയുക, പഴയ കാലങ്ങളും ഓർമ്മകളിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പണ്ടത്തെ കഥകൾ അത് പറയുന്നതുകൊണ്ടായിരിക്കാം ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നത്. പഴയ കഥകൾ പറയുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. എനിക്ക് ഭയങ്കര എന്തോ ഒരു ഫീലാണ് അത് കാണാനും കേൾക്കാനും പറയാനും ഒക്കെ. അപ്പം അങ്ങനെയുള്ള എനിക്ക് ഒരു കത്ത് വന്നു എന്ന് പറയുമ്പം ഭയങ്കര സന്തോഷം. ഇപ്പോഴത്തെ കാലത്ത് കത്തൊക്കെ കിട്ടുക പറയുന്നത് ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എൻ്റെ ഒരു ഇതാട്ടോ ഞാൻ പറയുന്നത്. എൻ്റെ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു കത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലായിരിക്കും. ഇപ്പോഴൊക്കെ അങ്ങനെയല്ലല്ലോ, മെസ്സേജുകളും ഫോണും വാട്സപ്പ് ഫേസ്ബുക്കൊക്കെ അല്ലേ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം, ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കാം, ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. പക്ഷേ ഞാൻ കാണില്ല, അതൊരു സത്യമാണ്. ഞാൻ അങ്ങനെ അങ്ങോട്ട് മെസ്സഞ്ചറുകൾ യൂസ് ചെയ്യാത്ത ഒരാളാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, പോകുന്നു, അതിൻ്റെ കമൻറ്റുകൾ വായിക്കുന്നു എന്നല്ലാതെ അങ്ങനെ മെസ്സഞ്ചറിലെ മെസ്സേജസൊക്കെ വളരെ. പക്ഷേ കത്ത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് അത് പൊട്ടിച്ച്, അതിങ്ങനെ പൊട്ടിക്കല്ലോ നമ്മൾ, കത്ത് പൊട്ടിച്ച് അതിരുന്ന് വായിച്ചപ്പം നല്ല രസമായിട്ട് എഴുതിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. എൻ്റെ എല്ലാ വീഡിയോയും കാണുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായിട്ടോ. ഷീജ ഭയങ്കര താങ്ക്സ് ഉണ്ട്. കത്തായിട്ട് എനിക്ക് അയച്ചുകൊണ്ട് അത് പൊട്ടിച്ച് വായിച്ചപ്പോൾ എനിക്ക് പഴയ എന്തൊക്കെയോ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ കത്തയച്ചതാണ്. ഇൻലൻഡിൽ നമ്മൾ വാങ്ങിയിട്ട് കത്തയക്കില്ലേ, കസിൻസിനും ദിവ്യ ചേച്ചി കുട്ടനൊക്കെയാണ് ഞാൻ കത്തയക്കുക. ചാലപ്പുറത്ത് നിന്ന് പന്തിരങ്കാവിലേക്ക്, കോഴിക്കോടുള്ളവർക്ക് മനസ്സിലാവും, ചാലപ്പുറം പന്തിരങ്കാവ്, എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്ക്. ആ ഒരു പഴയ ഓർമ്മയിലേക്ക് എന്നെ കൊണ്ടുപോയതിന് ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ. ഭയങ്കര ഇത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കും. ഇപ്പം എനിക്ക് നിങ്ങൾ എൻ്റെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും, ഞാൻ കുറേ പഴയ കഥകളും എനിക്ക് പഴയ കുറേ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. എൻ്റെ ഒരു ബാഗ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ കോളേജിലുള്ള സമയത്തുള്ള കുറേ കഥകൾ, ചെറുപ്പത്തിൽ യൂസ് ചെയ്ത കുറേ സാധനങ്ങൾ, രാജുവേട്ടനായിട്ട് സ്നേഹിക്കുന്ന സമയത്ത് യൂസ് ചെയ്ത ഒരുപാട് സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കൂട്ടത്തിൽ ഞാൻ ഇതും സൂക്ഷിച്ച് വയ്ക്കും, ഒരു പ്രഷ്യസ് ആയിട്ട് തന്നെ സൂക്ഷിച്ച് വയ്ക്കും. ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ ഷീജ, ഭയങ്കര താങ്ക്സ് ഉണ്ട് കത്തയച്ചതിൽ. ഇത് പറയാനാണ്. അപ്പോൾ എനിക്ക് ഈ കത്ത് കിട്ടിയപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കേട്ടോ, എനിക്കിങ്ങനെ കത്ത് കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് പാറുവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പാറു കേട്ടോ എന്നോട് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറഞ്ഞേ. പാറു പറഞ്ഞു, ശാലു ചേച്ചി ഇതെന്തായാലും ഒരു വീഡിയോ ചെയ്യണം, അത് അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാവും. കാരണം അവരത്രയും സന്തോഷമായിട്ടാണ് ഒരു കത്തൊക്കെ എഴുതണമെങ്കിൽ അത്രയും നമുക്ക് സമയം, അവരുടെ സമയമൊക്കെ എഴുതേണ്ട ആ ഒരു സമയമല്ലേ, അതൊക്കെ എന്താ പറയുക, എന്താ പറയുക, ടൈം സ്പെൻഡ് ചെയ്ത് എനിക്ക് വേണ്ടിയിട്ടൊരു കത്ത് അയക്കുക എന്നൊക്കെ പറയുമ്പം അത് അവരത്രയും ഹാപ്പി ആയിട്ട് ചെയ്തൊരു മനസ്സ് തട്ടി ചെയ്ത കാര്യമാണെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതിനെന്തെങ്കിലും ഒരു സന്തോഷം എൻ്റേത് അറിയിക്കണ്ടേ. അപ്പം ഇങ്ങനെയല്ലാതെ എനിക്ക് അറിയിക്കാൻ അറിയുന്നില്ല. അപ്പം ഞാൻ ലൈവായി ഇങ്ങനെ വീഡിയോയിലൂടെ തന്നെ എൻ്റെ സന്തോഷം അറിയിക്കാൻ വിചാരിച്ചു. പാറുവിന് ഭയങ്കര താങ്ക്സ്, പാറു എന്നെ ഓർമ്മിപ്പിച്ചത്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് ഇപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, ഈ ഒരു യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തുടങ്ങുന്നില്ല ഒരർത്ഥം. ഇതൊരു വലിയ സന്തോഷമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. താങ്ക് യു സോ മച്ച് ഷീജ. ബൈ.